അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പിരിച്വൽ ഹെൽത്ത് ആണ്. എന്താണ് സ്പിരിച്വൽ ഹെൽത്ത്? സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആൻഡ് ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്താണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സ്പിരിച്വാലിറ്റി എല്ലാവരും സംബന്ധിച്ച് മനുഷ്യർക്ക് എല്ലാവർക്കും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ആ പവർ, ഇൻഫിനിറ്റ് ഇന്റലിജൻസ് പറയും, അല്ലെങ്കിൽ നമ്മൾ പ്രപഞ്ച ശക്തി എന്ന് പറയും. ആ പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ എന്താഗ്രഹിക്കുന്നു അതിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പ്രപഞ്ച ശക്തിയാണ്. ഇൻഫിനിറ്റ് ഇന്റലിജൻസ് ആണ് നമ്മളെല്ലാം എത്തിച്ചത്. നമ്മൾ എന്താഗ്രഹിക്കുന്നു അതിലേക്ക് നമ്മൾ ആയിത്തീരും എന്ന് പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥന? എന്താണ് പ്രാർത്ഥന? പ്രകൃതിയോട് യാചിക്കലല്ല പ്രാർത്ഥന. നമ്മൾക്ക് വേണ്ടതെല്ലാം പ്രകൃതി നമ്മൾക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുക, നമ്മൾ അന്വേഷിച്ചാൽ കണ്ടെത്തും, മുട്ടിയാൽ തുറന്നു കിട്ടും, ചോദിച്ചാൽ തരപ്പെടും എന്നാണ് പറയുന്നത്. ഒരു ബൈബിളിലുള്ളൊരു വാചകമാണ്. നമ്മൾ സെർച്ച് ചെയ്യുക, നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് സെർച്ച് ചെയ്ത് കണ്ടെത്തുക, അതിനുശേഷം നമ്മൾ മുട്ടുക, തുറക്കപ്പെടും, അതിനുശേഷം ചോദിച്ചാൽ തരപ്പെടും എന്നാണ് പറയുന്നത്. അത് ഒരു പ്രപഞ്ച ശക്തിയുടെ നിയമമാണ്. ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള നന്മകളും നമ്മൾക്കുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നന്മകൾ എന്തെല്ലാമാണെന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ അസറ്റ്സ്, നമ്മുടെ ലൈബിലിറ്റീസ്, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നന്മകളെല്ലാം ഈ ലോകത്തിൽ ഫ്രീ ആയിട്ട് ലഭിച്ചാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പ്രകൃതി നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമ്മളത് യാചിച്ച് വാങ്ങിക്കേണ്ട ഒരു കാര്യമല്ല. ഈ ലോകത്ത് നമ്മളിലേക്ക് എത്തുന്ന എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുക, എല്ലാത്തിനും നന്ദിയോടുകൂടി അതിന് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, താങ്ക്സ് പറയുക, വരുന്നതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളെയും നമ്മൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക്, ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സ്പിരിച്വാലിറ്റി? സ്പിരിച്വൽ വെൽനസ്, ആത്മീയ സൗഖ്യം. അത് ഞാൻ ബേസിക്കലി സോഷ്യോപ്രീനിയർ മുമ്പോട്ട് വെക്കുന്ന ഇതാണ്. ഓരോ കുടുംബത്തിലേക്കും ആരോഗ്യം എത്തിച്ചുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കുക. നമ്മുടെ ആത്മീയമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു ശാന്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഇതൊന്നും അങ്ങോട്ട് നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്ത് നമുക്ക് ലഭിക്കില്ല. ഇതെല്ലാം നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന മനസ്സമാധാനവും സന്തോഷവും സമാധാനവും എല്ലാം ലഭിക്കുകയുള്ളൂ. അപ്പൊ അതിന് നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നടക്കൂ. സ്പിരിച്വാലിറ്റി അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഫിസിക്കലി, മെന്റലി, സോഷ്യലി, സ്പിരിച്വലി ആൻഡ് ഫിനാൻഷ്യൽ വെൽബീയിങ്ങിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്താണ് ആത്മീയമായിട്ടുള്ള വെൽനസ് അല്ലെങ്കിൽ സ്പിരിച്വൽ വെൽനസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആത്മീയത എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിന് അതീതമായി നമ്മൾ ഈ ലോകത്തിൽ കാണുന്നതിനപ്പുറത്ത് എന്തോ ഒരു ശക്തിയുണ്ട്. അത് നമ്മൾ പ്രപഞ്ച ശക്തി എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഇന്റലിജൻസ് എന്ന് പറയും. അതിന് അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുകയും ആത്മബോധം വളർത്തി തന്നോടും പ്രപഞ്ചത്തോടും ഇണങ്ങി ആന്തരിക സമാധാനം കൈവരിക്കുന്നതിനാണ് ആത്മീയത എന്ന് പറയുന്നത്. നമ്മൾ നോക്കുക, നമ്മൾ ഏത് റിലീജിയനെ പെട്ട ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ശാന്തത, ആത്മീയമായിട്ട് ഒരു ശാന്തത, മനസമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ അധികവും ഓരോ സ്ഥലങ്ങളിലും സന്ദർശിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയത നമ്മൾ ഈ പോകുന്ന സ്ഥലമല്ല, നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലാണ് ഇതെല്ലാം ഇരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വേറെ ഒരിടത്ത് പോയി അന്വേഷിക്കേണ്ട, ഇതെല്ലാം ഈ ശക്തി മുഴുവൻ നമ്മുടെ ഉള്ളിലാണ് ഉള്ളതെന്ന് എന്ന് തിരിച്ചറിയുന്നു. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ സാധിക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, തന്നേക്കാൾ മഹത്തായ ഒന്നിനോടുള്ള ആഴത്തിലുള്ള ബന്ധമാണ് ആത്മീയത. ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാണുന്ന അതിനപ്പുറത്തേക്ക് എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിലാണ് നമ്മളെ ഓരോ റിലീജിയനോ അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള രീതിയിലാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാനോ ഒക്കെ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു ശക്തിയോടാണ്.
അല്ലാതെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു ശക്തിയില്ല. ഈ ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികൾക്കും കൊടുത്തിരിക്കുന്ന പ്രപഞ്ച ശക്തി, ഇൻഫിനിറ്റി ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയാറുണ്ടല്ലോ, നമുക്ക് ജീവികൾ, നമ്മൾ വളർത്താത്ത ജീവികളെല്ലാം അവർ നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നു. അവിടെ ഹാർട്ട് അറ്റാക്കോ ഈ പറയുന്ന ഷുഗർ പേഷ്യൻസോ അങ്ങനെ ഒന്നുമില്ല. അവർ വളരെ, കാരണം അവർക്ക് പ്രപഞ്ച ശക്തി ഒരു ബ്രെയിനിൽ ഒരു സോഫ്റ്റ്വെയർ കൊടുത്തു, എന്ത് തിന്നണം, എന്ത് ചെയ്യണം. അപ്പൊ അവരെല്ലാവരും എപ്പോഴും നല്ല ആക്റ്റീവായിട്ട്, ഒരു പക്ഷികളെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ആക്റ്റീവായിട്ട് നടന്ന് തേടി പിടിച്ച് അവരെ ആഹാരം കണ്ടെത്തുന്നു. ആ ആഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ കുറെ അധികം കണ്ടു കഴിഞ്ഞാൽ അവർ അത് മുഴുവനും അങ്ങ് ഭക്ഷിച്ചേക്കാം എന്ന് കരുതുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ വളർത്താത്ത ഒരു ജീവിയും അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ നമ്മളെക്കാൾ മഹത്തായ എന്തോ ഒരു ശക്തി പ്രപഞ്ചത്തിൽ എന്ന് വിശ്വസിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഇതിലേക്ക് ആവാഹിക്കുന്നത്, നമ്മളിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം നമ്മളിലേക്ക് വരുത്താനുള്ള ശക്തി നമ്മളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പൊ ആ സെൽഫ് അവയർനെസ് അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കണം, നമ്മളിവിടെ സൃഷ്ടിച്ചുകൊണ്ട് വിട്ടിരിക്കുന്നതിന് നമ്മൾക്കൊരു പർപ്പസ് ഉണ്ട്. ഈ ലോകത്തിൽ ചെയ്യാൻ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനാണ് ഏറ്റവും ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കഴിവുകൾ തിരിച്ചറിയുക. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തിലാണ് പാഷനുള്ളത്, നമുക്ക് ഏതിലാണ് ആവേശമുള്ളത്, ചെയ്യാൻ ഇഷ്ടമുള്ളത്, അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ആ ആവേശം ഉപയോഗിച്ച് മറ്റുള്ള ആളുകൾക്ക് നന്മകൾ ചെയ്യുക, അവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് ആ പ്രതിബദ്ധത മറ്റുള്ളവർക്കും ചെയ്ത്, എല്ലാവരും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് ഒരു ജോലി എന്ന് പറയുന്നത്. അത് ഏതൊരു ജോലി എടുത്തു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും, എല്ലാവരും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജോലി, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് ഏതൊരു ബിസിനസ്സുകാരനും ജോലിക്കാരനും എല്ലാവരും ചെയ്യുന്നത്. നമ്മൾ ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാമെങ്കിലും നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നേടാൻ വേണ്ടിയാണ് ആളുകൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എല്ലാ കാര്യം, നമ്മൾ ചെയ്യുന്ന ജോലിയെല്ലാം അതിനു വേണ്ടിയാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രപഞ്ചത്തിന് ഒരു ശക്തി ഉണ്ടെന്നും അതിനെ നമ്മൾ മനസ്സിലാക്കാനും നമ്മളെക്കാളും മഹത്തായ ഒരു കാര്യമാണെന്നും ആ ഒരു സെൽഫ് അവയർനെസ് ഇത് നമ്മുടെ ഉള്ളിലുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി ആത്മബോധം സ്വയം തിരിച്ചറിഞ്ഞ് സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തുകയാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത എന്ന് പറയുന്നത്. ഇന്നർ പീസ്, ആന്തരിക സമാധാനം, മനസ്സമാധാനം, പീസ് ഓഫ് മൈൻഡ്, ഇതെല്ലാം പറയുന്നത് ഇതിലേക്ക് എത്താൻ വേണ്ടിയാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും സമാധാനമായിട്ട് ഒന്ന് ഇരുന്ന് നമ്മളൊന്ന് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്ത്, അപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ ജീവനാണ്, ജീവൻ പ്രാണനാണ്, ആ പ്രാണൻ നിലനിർത്താൻ വേണ്ടിയാണ് പ്രാണവായു എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമ്മൾക്കൊരു മനസ്സമാധാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും, നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കും, പല പ്രശ്നങ്ങളും നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഒക്കെ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ നമ്മൾ കൺട്രോൾ ചെയ്യുകയും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നല്ലതായിട്ട് ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഹയർ പർപ്പസ്, ആ പർപ്പസാണ് ഞാൻ പറഞ്ഞത്. നമ്മൾക്കൊരു ദൗത്യമുണ്ട്, നമ്മളെ കൂടെ വിട്ടിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് ചെയ്യുക. നമ്മൾ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾക്ക് വേണ്ടിയാണെന്ന് ചെയ്യുന്നത് എന്നുള്ള ചിന്തയും ബോധമാണ് പലപ്പോഴും. പക്ഷെ അതല്ല, നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്ത് അതിനൊരു റിമ്യൂണറേഷൻ, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു റിമ്യൂണറേഷൻ പറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ എലിവേറ്റഡ് ആൻഡ് നോബിൾ ഗോൾ, ആ ഒരു പർപ്പസ്, നമ്മുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്ത വിധമാണെന്നും ആ പർപ്പസ് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ചെയ്യുക. ആ പർപ്പസ് ആണ് ബന്ധം, സെൻസ് ഓഫ് യൂണിറ്റി ഓർ കണക്റ്റഡ്നെസ്. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു കണക്റ്റഡ്നെസ് ഉണ്ടാകുന്നത്. അതൊക്കെ തന്നെയാണ് ഒരു ക്ലബ്ബ് രൂപീകരിക്കുന്നതും ഒരു സമുദായം ഉണ്ടായിരിക്കുന്നതും ഏതെങ്കിലും തരത്തിലുള്ള അസോസിയേഷൻ ഉണ്ടാകുന്നതും ഇതെല്ലാം ഒരു കണക്റ്റഡ്നെസ് ആണ്. നമ്മുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യാനോ നേടാൻ വേണ്ടിയാണ് നമ്മളൊരു ക്ലബ്ബൊക്കെ രൂപീകരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെയെല്ലാം ഓരോരുത്തർക്കും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെയുള്ളതാണ് കമ്പാഷൻ. ആ കമ്പാഷനാണ് നമ്മുടെ ഈ കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ കണക്ട് ആകുന്നത് എങ്ങനെയാണ്? നമ്മളൊരു സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മളുമായിട്ട് പലരും കണക്ട് ആവും. ആ കണക്റ്റഡ്നെസ് ആണ് നമുക്ക്. അങ്ങനെ അതാണ് അനുകമ്പ എന്ന് പറയുന്നത്.
കാര്യമുണ്ടോ? എമ്പതി, സിമ്പതി, മൈൻഡ്ഫുൾനെസ്, മനസാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുക. ഇതെല്ലാം ബ്രീത്തിങ് എക്സർസൈസിൽ കൂടിയാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്ത് നമ്മളൊരു കോൺഫിഡന്റ് ആയി കഴിയുമ്പോഴാണ് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ സാധിക്കുന്നത്. മറ്റുള്ളവരെ ഫേസ് ചെയ്യുമ്പോഴാണ് അവർ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. എന്ത് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മൾക്ക് സന്തോഷം ലഭിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്ന നമ്മൾ വഴി കുറച്ച് വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുകയും അവർ പറയുകയാണ്, നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ വ്യത്യാസം വന്നത്, എനിക്ക് അറിയില്ലായിരുന്നു ഇത്, ഈ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തന്നപ്പോൾ എനിക്ക് എന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുത്താനും സാധിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം വേറെ എന്ത് കാര്യം ചെയ്താലും ഉണ്ടാകില്ല. ആ സന്തോഷം മറ്റുള്ളവരെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ കാരണം രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം ജീവിതകാലം മുഴുവൻ നമുക്കുണ്ടായിരിക്കും. മറ്റതെല്ലാം ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഉണ്ടായിരിക്കും. അതുപോലെ യഥാർത്ഥ പ്രാർത്ഥനയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും യാചനയാണ് പ്രാർത്ഥന. എനിക്ക് അത് തരണേ, ഇത് തരണേ, എനിക്ക് അത് വേണം, ഇത് വേണം എന്ന് പറയുന്നത് നമുക്ക് വേണം. ആ വേണം എന്ന് പറയുന്നത് ആരോടും പോയി പ്രകൃതിയോട് പോയി യാചിക്കേണ്ട ആവശ്യമില്ല. പ്രകൃതി നമ്മളിലേക്ക് എത്തിക്കും. അതെല്ലാം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നമുക്ക് ചുറ്റും ഉണ്ട് എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഉണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ അതിനോട് ഇവിടെ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അതൊരു സയൻസ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, നന്ദി ഉണ്ടായിരിക്കുക, നമ്മൾക്കുള്ളതിനെ എല്ലാം ഓർത്ത് നന്ദി ഉണ്ടായിരിക്കുക. വെറുതെ സിമ്പിളായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് കണ്ണുണ്ട്, കാതുണ്ട്, ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ട്, കൈകളുണ്ട്, കാലുകളുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാറുണ്ട്, ശരീരത്തിലേക്ക് നന്നായിട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനെല്ലാം നന്ദി പറയുക. നിങ്ങൾ ഇങ്ങനെ ഒരു അസോസിയേഷനിലേക്ക്, ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എത്താൻ സാധിച്ചത് ഒരു പ്രപഞ്ചത്തിന്റെ ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങൾ എന്തോ പ്രശ്നത്തിന് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഇതിലേക്ക് വന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ആ കൃതജ്ഞത ഉണ്ടായിരിക്കുക. ദെൻ സിൻസിയാരിറ്റി. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ സിൻസിയർ ആയിരിക്കണം. അത് ആദ്യമേ തന്നെ നമ്മളോട് സിൻസിയർ ആയിരിക്കണം. അതിനുശേഷം നമ്മൾ സമൂഹത്തിനോട് സിൻസിയർ ആയിരിക്കണം. നമ്മൾ ഒന്നും ഒളിച്ചു വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം മറ്റുള്ളവർ മനസ്സിലാക്കും. അത് അവർ കണ്ടില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പൊ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം. എന്തിൽ വിശ്വാസം? ആദ്യമേ നമ്മെ തന്നെ വിശ്വസിക്കുക. നമ്മളിൽ ഈ പറയുന്ന കാര്യങ്ങൾ പ്രകൃതി നമ്മൾക്ക് പലതും തന്നിട്ടുണ്ട് എന്നും നമ്മൾക്ക് കഴിവ് ഉണ്ട് എന്നും അങ്ങ് വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ആദ്യം. നമ്മളെ വിശ്വസിക്കുക, മറ്റുള്ളവരെ വിശ്വസിക്കുക. മറ്റുള്ളവരെ വിശ്വസിക്കാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം അയാളുടെ സ്വഭാവം ഈ രീതിയിലാണ്, അദ്ദേഹം നമ്മളെ പറ്റിക്കുമായിരിക്കും, അങ്ങനെയൊക്കെയുള്ള രീതിയാണ്. കാരണം ഓരോ വ്യക്തികളും ഈ ലോകത്തിൽ പെരുമാറുന്നത് അത് അവരവരുടേതായ റീസൺസ് ഉണ്ട്. ഒരു ബുക്കിൽ ഞാൻ വായിച്ചതാണ്. ഇപ്പൊ ഒരു വ്യക്തി ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം പറയില്ല ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. പറയില്ലാത്തതിന്റെ കാരണം അദ്ദേഹത്തിൻ്റെതായ കാരണം, അൺലെസ് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മോശമായിരുന്നു, ഭ്രാന്തായിട്ട് ചെയ്ത കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതിന് അദ്ദേഹത്തിൻ്റെതായ ചില കാരണങ്ങൾ ഉണ്ടാകും എന്ന് ഞാനൊരു ബുക്കിൽ വായിക്കാനിടയായി. അപ്പൊ എല്ലാവരും ഈ ലോകത്തിൽ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കാതിരിക്കുകയല്ല, നമ്മുടെ സേഫ് സൈഡ് നോക്കുക. പല ആൾക്കാരും പറയുന്ന അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല, അദ്ദേഹത്തിന് അടുക്കരുത് എന്ന്. പക്ഷെ നമ്മൾ ആ വ്യക്തിയോട് നേരിട്ട് പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം വ്യത്യസ്തനായിട്ട്. കാരണം നമ്മളെല്ലാവരും പ്രീ ജഡ്ജ് ചെയ്യണം. ഒരു വ്യക്തി പോകുന്ന കാണുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ പുതിയതായിട്ട് വന്ന് താമസിക്കുമ്പോൾ ആ ഔട്ട്ലുക്കിൽ തന്നെ നമ്മൾ അദ്ദേഹത്തെ അങ്ങ് ജഡ്ജ് ചെയ്യണം. ആ ലുക്കാണ് ഏറ്റവും പ്രധാനം. പക്ഷെ നമ്മൾ ആ ലുക്കിൽ തന്നെ നമ്മൾ ആ വ്യക്തി ഇങ്ങനെ ആയിരിക്കാം, ഇന്ന സ്ഥലത്താണ് വന്നത്, ആ സ്ഥലത്തിന്റെ പ്രത്യേകത ഇങ്ങനെയാണ്, അവിടെയുള്ള ആൾക്കാരുടെ സ്വഭാവമൊക്കെ ഇങ്ങനെയാണ് എന്നൊന്നും പ്രീ ജഡ്ജ്. ഈ ലോകത്തിലെ എല്ലാവരും നല്ലവരാണ്. പക്ഷെ അത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും? നമ്മൾ എന്ന് നന്നാവുന്നുവോ അന്ന് മറ്റുള്ളവരും നന്നാവും. അതും എനിക്ക് കിട്ടിയൊരു വലിയ ഇൻഫർമേഷൻ ആണ്. നമ്മുടെ ഈ അയലക്കാരുമായിട്ട് അല്ലെങ്കിൽ നെയ്ബേഴ്സുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പ്രധാന കാരണം നമ്മളാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇതുപോലെ തിങ്ങിപ്പാർക്കുന്ന, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തിങ്ങിപ്പാർക്കുന്നത്. ഇവിടെ നെയ്ബേഴ്സ് എന്ന് പറയുന്നത് അവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും പ്രശ്നമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിൽ നമ്മൾ വിചാരിക്കുന്ന നമ്മൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, മറ്റുള്ളവർക്കൊക്കെ ഒന്നും ഒരു പ്രശ്നമില്ലാന്ന് നമ്മൾ കരുതരുത്. വലിയ കാശുകാരനാണെങ്കിൽ എല്ലാ പ്രശ്നവും തീർന്നു എന്ന് കരുതുന്നത്. കാശുള്ള വ്യക്തിക്ക് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് സമർപ്പിക്കുക, നമ്മൾ അങ്ങ് വിട്ടുകൊടുക്കുക. അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. ആ പ്രകൃതിയിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത്. ഇതെല്ലാം പോകും, ഇതെല്ലാം അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ബലം പിടിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകും.
നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പ്രകൃതിയെ നിയന്ത്രിക്കാനോ മറ്റുള്ളവരെ നിയന്ത്രിക്കാനോ മറ്റുള്ളവരെ നമ്മുടെ നിലയിലേക്ക് എത്തിക്കാനോ ഒന്നും ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതം പാഴാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ആരെന്ന് പറഞ്ഞില്ല, നമ്മുടെ സ്വന്തം പാർട്ട്ണറെ തന്നെ ആൾക്കാർ ഇതുവരെ മനസ്സിലാക്കാത്ത ഇത് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ നാം ഇന്നലെ ഉണ്ടായിരുന്ന ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ആൾക്കാർ പല തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക് ആണുള്ളത്. അവരവര് ചെയ്യുന്നതിന് പല അദ്ദേഹത്തിൻ്റെതായ റീസൺ ഉണ്ട്. അദ്ദേഹത്തിന് ആ രീതിയിലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ആ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ അവരെ വിശ്വസിക്കുക, അവരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ബോധ്യം ഉണ്ടായിരിക്കണം. അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുക. അതേപോലെ തന്നെ നമ്മളിലുണ്ട് നല്ല കഴിവുകളും കുറെ പൊട്ട സ്വഭാവവും നമ്മളിലുണ്ടായിരിക്കും. പക്ഷെ നമ്മളത് കറക്റ്റ് ചെയ്യാൻ പോകുന്നു. പക്ഷെ നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം വഴി നമ്മളിലുള്ള മോശം കാര്യങ്ങൾ എന്താണെന്നുള്ളത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ അറ്റുന്നത്. ആ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വരുമ്പോഴാണ് നമ്മളിൽ വ്യത്യാസം വരുത്തിയാണ് നമ്മൾ ഈ ലോകത്തില് മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആത്മപരിശോധന നടത്തുക എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അക്കൗണ്ടിങ് വേണം. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മളെ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അയൽക്കാർ നന്നാവും, നമ്മുടെ ബന്ധുക്കൾ നന്നാവും, നമ്മുടെ മക്കൾ നന്നാവും. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒരു വ്യക്തി വ്യത്യാസം വന്നാൽ മതി, അവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ, ആ വീട്ടിലെ അറ്റ്മോസ്ഫിയർ തന്നെ മാറുന്നുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായി. സ്വയം നമ്മളെ മനസ്സിലാക്കുക, നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുക, കഴിവുകേടുകൾ തിരിച്ചറിയുക. കഴിവുകേടുകളെ നമ്മൾ ഒരിക്കലും ബോധർ ചെയ്യാതിരിക്കുക. കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ തന്നെ കുറച്ച് ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുക. അതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. നന്ദി ഉണ്ടായിരിക്കുക, വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. കാര്യങ്ങൾ ചോദിച്ച് വാങ്ങാൻ മാത്രമല്ല യഥാർത്ഥ പ്രാർത്ഥന. ചോദിച്ചു വാങ്ങുകയല്ല വേണ്ടത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡ്രീംസ് എഴുതി വെക്കണം. നിങ്ങൾക്കൊരു ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അവർക്ക് ഇനി ഭാവിയിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റാണ് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുന്നത്. നമ്മുടെ പോസിറ്റീവായിട്ട് നല്ല നല്ല കാര്യങ്ങളായിരിക്കണം എഴുതി വെക്കാൻ. നമ്മൾ മറ്റുള്ളവനെ ഉപദ്രവിക്കാനുള്ള ഒരു ഡ്രീം അല്ല എഴുതി വെക്കേണ്ടത്. സമൂഹത്തിനും നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റൊരു വ്യക്തിക്ക് ഒരു നന്മ ചെയ്യുമ്പോൾ നമ്മൾ കരുതുന്നത് ആ വ്യക്തിക്കാണ് ഗുണം കിട്ടുന്നത്. അല്ല, നമ്മൾ എപ്പോൾ നന്മ ചെയ്യുന്നു അത് നമ്മൾക്കാണ് പ്രയോജനം ലഭിക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ചൊരു നല്ല കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി, നീ ചെയ്തത് വളരെ നല്ലതാണ്, നീ ഇപ്പോൾ ലുക്കിംഗ് വളരെ സ്മാർട്ടാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഗുണം നമ്മൾക്കാണ് ലഭിക്കുന്നത്. ഒരു വ്യക്തിയെ, അതുകൊണ്ടാണ് ബോഡി ഷെയ്മിങ്ങിനൊക്കെ ഇപ്പൊ ഇത് വരുന്നത്. ഒരു ബോഡി ഷെയ്മിങ്, ഓരോരുത്തർക്കും വ്യത്യസ്തമായ ബോഡിയാണ്. ഇപ്പൊ ആൾക്കാരൊക്കെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്നെയൊക്കെ കാണുമ്പോൾ എന്താണ് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ താങ്ക് യു എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെയൊക്കെ മെലിഞ്ഞ് ഇരിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് കുറെ ബുദ്ധിമുട്ടിട്ടാണ്. എക്സർസൈസ് ചെയ്തും ഭക്ഷണം കുറച്ചും ഒക്കെ നമ്മളുടെ വെയിറ്റ് കുറച്ച് പ്രകൃതിക്കോട് നന്ദി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ പ്രായത്തിൽ ഒരു പ്രശ്നമില്ലാത്തതിന് അതിനെയാണ് ഞാൻ നന്ദി പറയുന്നത്. ഐ ആം ഹെൽത്തി, ഐ ആം കോൺഫിഡന്റ്, ഐ ആം പോസിറ്റീവ്, ഐ ആം ക്രിയേറ്റീവ് എന്നൊക്കെ ഞാൻ അങ്ങ് പറയാണ്, സ്വയം പറയാണ്. അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. ഞാനൊരു 40 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് ഉന്നതമായ ലക്ഷ്യമായി ഇണങ്ങി നിൽക്കുകയും മാർഗനിർദ്ദേശം തേടാനും ആന്തരിക സമാധാനം കണ്ടെത്താനുമുള്ള ഒരു വഴിയാണ്. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, ഐ ആം ഹെൽത്തി എന്നങ്ങൾ പറയുമ്പോൾ പ്രകൃതി നമ്മളിലേക്ക് ആ ഹെൽത്ത് എത്തിത്തരും. ഇന്ന് എനിക്ക് നല്ല മനസമാധാനമാണ് എന്ന് അങ്ങോട്ട് പറയുക. അതാണ് പ്രാർത്ഥന. യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് അതാണ്. ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും, ഇന്നത്തെ ജോലി എല്ലാം നല്ല കൃത്യമായി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും എന്ന് രാവിലെ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെയാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലാതെ മുട്ടുമ്പിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നതല്ല യഥാർത്ഥ പ്രാർത്ഥന. ഞാനതൊരു കോൺട്രഡിക്ഷൻ അല്ല പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് മുട്ടുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനസമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിക്കുമ്പോൾ സമാധാനം കിട്ടണമെങ്കിൽ അത് ചെയ്യണം. അതിനൊന്നും ഞാൻ ഒബ്ജക്റ്റ് ചെയ്യല്ല പറഞ്ഞ. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആയിരിക്കേണ്ടത് ഈ രീതിയിലായിരിക്കണം എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വാക്കുകളിലൂടെയോ മൗനത്തിലൂടെയോ ധ്യാനത്തിലൂടെയോ അല്ലെങ്കിൽ ലളിതമായ കാരുണ്യ പ്രവൃത്തികളിലൂടെ പ്രാർത്ഥന നിർവഹിക്കാം. വാക്കുകളിലൂടെ മറ്റുള്ളവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുക,
അതൊരു തേർഡ് പാർട്ടിയോട് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോഴോ ഒരു വേറൊരു വ്യക്തിയെ കുറിച്ചുള്ള ഒരു സംസാരം അവിടെ വന്ന് അദ്ദേഹത്തിന്റെ ഉള്ള നല്ല കാര്യങ്ങൾ മാത്രം പറയുക, അദ്ദേഹത്തിന്റെ മോശങ്ങൾ പറയാതിരിക്കുക. ആ വീട്ടിൽ നടന്ന നല്ല കാര്യങ്ങൾ പറയുക, മോശമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. മറ്റുള്ളവരെ അത് തുടർന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒഴിവാകുക. നല്ല വാക്കുകളിലൂടെ മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയാം. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ബലം എന്ന് പറയുന്ന ഇതാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹത്തിലുള്ള നന്മ കാണാൻ സാധിക്കുക. ഒരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ വെച്ചിരിക്കുന്ന നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലെ കുടുംബനാഥരുടെ എത്ര ക്ലീൻ ആയിട്ടാണ് കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്, ഇതാരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവർക്കുണ്ടാകുന്ന ആ സന്തോഷം അത് നമ്മൾക്കാണ് ഉണ്ടാവുക. നമുക്ക് അങ്ങനെ പലർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മറ്റുള്ളവരെ ഒന്ന് പുകഴ്ത്തി പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പ്രാക്ടീസ് ചെയ്താണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. അപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ മറ്റുള്ളവരിലെ എപ്പോഴും നമ്മളിപ്പോ നടന്നു പോകുന്ന സമയത്താണെങ്കിലും പ്രകൃതി ഇപ്പൊ നല്ല ചൂടാവുന്ന സമയത്ത് ആൾക്കാർ അയ്യോ എന്തൊരു ചൂടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല, ആ ചൂട് കുറയാനും പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കുക, ഇന്ന് ഇപ്പൊ ചൂടുണ്ടായതുകൊണ്ട് നമുക്ക് വിയർക്കുന്നു. നമ്മുടെ ഈ സ്കിന്ന് ഇപ്പോഴാണെന്ന് പലരുടെ വിയർക്കുന്നത്. ആ വിയർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുറെ ടോക്സിൻ അങ്ങ് ഒഴിവായി. അപ്പൊ ഒന്ന് സന്തോഷിക്കുക. ഈ വിയർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കുറെ വിഷാംശങ്ങൾ പുറത്തു പോയല്ലോ എന്ന് ചിന്തിച്ച് അതിന് നന്ദി പറയാം. നമുക്ക് ആ ലെവലിലേക്ക് നമ്മളെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഫണ്ണിയായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊരു സയൻസ് ആണ്. ഈ സയൻസ് ആണ് പറയുന്നത് എന്ന് കൂടി ഇതൊന്നും എന്റെ കണ്ടുപിടുത്തം ഒന്നുമല്ല. അവിടെയാണ് ഉക്കിറ്റാമോ അരിഗാറ്റോ എന്ന് പറയുന്ന ഇത് ജപ്പാനീസാണ് ഈ വാക്ക് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ്. ഉക്കിറ്റാമോ എന്ന് പറഞ്ഞാൽ താങ്ക് യു. എന്ത് പറയുമ്പോൾ താങ്ക് യു, മറ്റുള്ളവർക്ക് താങ്ക് യു, നന്ദി ഉണ്ട് കേട്ടോ, നിങ്ങൾ ചെയ്ത് വളരെ നല്ല കാര്യമാണ് കേട്ടോ എന്ന് പറയുന്ന ആ താങ്ക് യു നമുക്ക് പറയാൻ സാധിക്കുക. അരിഗാറ്റോ എന്ന് പറയുന്നത് എന്ത് വരുന്നതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ചൂട് വന്നോ അക്സെപ്റ്റ് ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ. പിന്നെ എന്താണ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത്? നിങ്ങൾ എന്തൊരു ചൂട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് നല്ല ചൂടെടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് നിന്നുകൊണ്ട് നല്ല കാറ്റ് വീശുന്നു അതുപോലെ നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടാൽ മതി. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഒരു കുളിർമ വരുന്നുണ്ടാവും. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു AC-ലിരുന്ന് ചെയ്യുന്നതിനേക്കാളും പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ, ഓരോ മാറ്റം, മഴ വരുമ്പോൾ ഉണ്ടായിരുന്ന മാറ്റം, ഇതിനെല്ലാം നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് നൽകുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ എല്ലാവർക്കും എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ക്ലൈമറ്റിൽ എല്ലാവരും ജീവിച്ചിരുന്നെങ്കിൽ ഉള്ള കാര്യം നിങ്ങൾ ആലോചിച്ചു. ഇനിയിപ്പോ ആൾക്കാർക്ക് എല്ലാവർക്കും മരിക്കാനാ ബുദ്ധിമുട്ടെന്ന് വിചാരിക്കാം. മരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞാൽ ഓക്കെ, പ്രകൃതി പറഞ്ഞു നിങ്ങൾ ആരും മരിക്കണ്ടെന്ന് പറഞ്ഞാലുള്ള സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ ഈ ലോകത്തിൽ ഇപ്പൊ അസുഖങ്ങൾ വരും. വന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? ഈ ഡോക്ടർമാരൊക്കെ എന്ത് ചെയ്യാന്ന്? ഇപ്പൊ ഡോക്ടർമാർ എല്ലാവർക്കും ഒരു പ്രശ്നവും ഇല്ല, ഭക്ഷണമൊക്കെ ഇഷ്ടംപോലെ കിട്ടും, ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ ലോകത്തിൽ വന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഓരോ കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഈ കംഫർട്ടബിൾ ആയിട്ട് ഇപ്പൊ ജീവിക്കാൻ സാധിക്കുന്നത്. എത്രയോ വ്യത്യാസമാണ്. നിങ്ങൾ ഒരു 50 വയസ്സൊക്കെ പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ചെറുപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര കംഫർട്ടബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ സറണ്ടർ വിത്ത് സ്ട്രെങ്ത്. നമ്മളെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ആ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. ജീവിതം അത് വരുന്നത് പോലെ തന്നെ സ്വീകരിക്കുക, കരുത്തോടെ സമർപ്പിക്കുക എന്ന് പറയുന്നതാണ്. ഈ താങ്ക്സ് വരുന്നതിന് എന്ത് വരുന്നു, ഇപ്പൊ മോശമായിട്ട് വരുന്നതിനെയും താങ്ക്സ് ഒന്ന് പറയാൻ, താങ്ക് യു, ഇതിനെന്തോ പർപ്പസ് ഉണ്ട് എന്നൊന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ ചിന്ത എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള രീതിയിലേക്ക്, അതിനൊരു പോസിറ്റീവായിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മളുടെ ചിന്തകൾ പോകുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ പ്രശ്നമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വയം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് നിങ്ങൾക്ക് വേറെ ഒന്നും അതിനപ്പുറത്തേക്കൊന്നും കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ കാണാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്ന നിലയിലേക്ക് നമുക്ക് പോവുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ എവറിത്തിങ്, ഈവൻ ചലഞ്ചസ്, എല്ലാത്തിനോടും കൃതജ്ഞത പുലർത്തുക. ഞാൻ ഈ പറഞ്ഞ എന്തു വന്നു കഴിഞ്ഞാൽ നല്ല വലിയ വെള്ളപ്പൊക്കം വന്നാലും പ്രകൃതിക്ഷോഭം വന്നാലും ഈ പറയുന്ന പകർച്ചവ്യാധികൾ വന്നാലും ഇതിനെല്ലാം ഒരു പർപ്പസ് ഉണ്ട്. ഇപ്പൊ ഈ പകർച്ചവ്യാധികൾ വന്ന് പല ആളുകൾക്കും സ്ട്രെങ്ത് കൂടിയിട്ടുണ്ട്. ആ പകർച്ചവ്യാധികൾ സസ്റ്റെയിൻ ചെയ്ത ആളുകൾക്ക് സ്ട്രെങ്ത് കൂടിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾക്ക് ഓവർകം ചെയ്യാൻ
സഹായിക്കുന്ന ഒരു സംവിധാനമാണ് അതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ സ്റ്റേ കാം ആൻഡ് അഡാപ്റ്റ്. എന്തിനേ ഉള്ളൂ നമ്മുടെ അക്സെപ്റ്റ് ചെയ്ത് അതിനോട് ചേർന്ന് നിൽക്കുക. ഗോ വിത്ത് ദി ഫ്ലോ. ശാന്തരായിരിക്കുക, സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുത്തുക, ഒഴുക്കിനൊപ്പം നീങ്ങുക. ആ ഒഴുക്ക് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. വെള്ളം ഒഴുകുന്നു. വെള്ളം എങ്ങനെയാണ് ഒഴുകുന്നത്? വെള്ളം വന്നിങ്ങനെ ഒഴുകി നദി ഒഴുകി വന്ന് കുറച്ച് നിന്ന് കഴിയുമ്പോൾ ഒരു തടാകം കണ്ടു. അന്ന് ഞാനിനി ഇവിടെ നിന്നേക്കാന്ന് പറഞ്ഞാൽ ആ നദി അവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. നദി പിന്നെ അത് ഫില്ലായി ഒന്നല്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്യും, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ദ്വാരം ഉണ്ടെങ്കിൽ അതിൽ കൂടി പോകും. അതിന്റെ ഒഴുക്ക് അങ്ങോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അങ്ങനെയായിട്ട് നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, അതിന് നമ്മൾ മുതിരുക, അതിന് തയ്യാറെടുക്കുക. ആ ഫ്ലോയിൽ നമ്മൾ സമാധാനമായിട്ട് ഒഴുകുന്ന പോലെ ഒഴുകുക. അപ്പൊ എവിടെയെങ്കിലും തടസ്സം വരുമ്പോൾ കുറെ കല്ലുകൾ കിടക്കുന്ന കണ്ടു, എന്നാൽ പിന്നെ ഞാനിവിടെ നിന്നേക്കാന്ന് വെള്ളം വിചാരിക്കുന്നില്ല. ആ നദി ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ ഒഴുക്കിനൊപ്പം നമ്മളും പോയേക്കണം. പക്ഷെ നമ്മൾ മനുഷ്യരെ ഒഴുക്കിനൊപ്പം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പോകുന്ന ഈ 80% ഒഴുകുന്നതിന്റെ കൂടെ അല്ല നമ്മൾ നിൽക്കേണ്ടത്. 20% ആൾക്കാരെ എങ്ങനെ ഒഴുകുന്നു എന്ന് നോക്കി ആ രീതിയിലേക്ക് എത്തി നമ്മൾ അവരുമായിട്ട് ഒപ്പം ചേർന്ന് നമ്മൾ ഒഴുകുക. 80% ആളുകളും കുറ്റം പറച്ചിലും എപ്പോഴും പിറുപിറുക്കുകയും എല്ലാത്തിനും കുറ്റം പറയുന്ന ആൾക്കാരായിരിക്കും. അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ 20% കാര്യങ്ങളെ നന്നായി കാണാനും വ്യത്യസ്തമായി കാണാനും അതിന് പ്രതിവിധി കണ്ടെത്താനും ഒക്കെ പറ്റുന്ന ആൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്യുക. വീട്ടിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് അങ്ങനെ ആണ് പരിഹരിക്കാൻ സാധിക്കുക. സോ വാട്ട് യു ക്യാൻ കൺട്രോൾ. നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് ഒന്നും, നമ്മുടെ നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് എന്തിനാണ് നമ്മൾ വിഷമിച്ചിട്ട് കാര്യം? സോ ട്രസ്റ്റ് ദാറ്റ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. എല്ലാം ഒരു കാരണം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ അരിഗാറ്റോ ഒക്കിറ്റാമോ അത് ഈ ഭാഷയിൽ തന്നെ എഴുതിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അരിഗാറ്റോ എന്ത് പറയുമ്പോഴും അരിഗാറ്റോ, എന്തെങ്കിലും കൊടുത്ത് കിട്ടുമ്പോൾ അരിഗാറ്റോ, താങ്ക് യു എന്നാണ്. ഉക്കിറ്റാമോ എന്നൊക്കെ കണ്ണടച്ച് അങ്ങോട്ട് കൈകൾ നീട്ടി ഇങ്ങോട്ട് സ്വീകരിക്കുക. ആ സ്വീകരിക്കുന്നതിനാണ് ഉക്കിറ്റാമോ. അക്സെപ്റ്റ് ആൻഡ് ഗീവ് താങ്ക്സ്. ഇതാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വൽ വെൽനസ് എന്ന് പറയുന്നത്.